ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞണ്ടിനെ പിടിക്കാനാണ്. നമ്മൾ കൂട് വെച്ചിട്ടാണ് ഞണ്ടിനെ പിടിക്കുന്നത്. അപ്പോൾ കൂട്ടിൽ നമ്മൾ ബൈറ്റായിട്ട് മത്തിയുടെ തലയാണ് യൂസ് ചെയ്യുന്നത്. മത്തിയുടെ തല അതിൽ കെട്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക, എന്നിട്ട് രാവിലെ എടുക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും ഞണ്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിൽ രാവിലെ കാണാം. ഓക്കെ, മത്തിയുടെ തല ഇങ്ങനെ ചെറിയൊരു കെട്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൽ ഉള്ളിൽ കെട്ടിയിടാം. ഓക്കെ, കേട്ടെ. ഏറെ ഇതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടിഭാഗം കണ്ട് കെട്ടുക, ടൈറ്റാക്കിയിട്ട് കെട്ടിയിടാം. നമ്മളിതിൻ്റെ അടിഭാഗം നല്ല മുറുക്കി ടൈറ്റാക്കിയിട്ട് കെട്ടിയിടാം. അപ്പോൾ ഇതാണ് കണ്ണ്. ഇതിനുള്ളിൽ കൂടെ മീൻ, ഇതിനുള്ളിൽ കൂടെ ഞണ്ട് കയറും, അതിന് ലോക്കാവും. ഇത് നമ്മളൊന്ന് വെള്ളത്തിൽ ഇട്ടേക്കുക, രാവിലെ എടുക്കാം. കൂട് അവിടെ കെട്ടിട്ട് നിർത്തിക്കാണ് പുളി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പാലത്തിൻ്റെ അടിഭാഗമാണ് നമ്മൾ കൂടുക കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ വല്ലാണ്ട് ഇറക്കി വെച്ച് കൊടുക്കുക, ഇറങ്ങാണ്ട് ഇങ്ങനെ വെള്ളം വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കുക. ബാക്കി രാവിലെ നമ്മളിപ്പോൾ പാലത്തിൻ്റെ അടിയിൽ കൂട് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ നമുക്ക് കൂടെടുക്കുന്നത് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കൂട് വെച്ചിരുന്നു നമ്മളെ തോട്ടിൽ. അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഞണ്ടാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. നമ്മൾ കൂട് എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളം പറ്റിയാണ്. നമ്മൾ ഇന്നലെ കൂട് വയ്ക്കുമ്പോൾ ഇതിനേക്കാളും വെള്ളം ഉണ്ടായിരുന്നു. കൂടെ നമുക്കിവിടെ കാണുന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. നമ്മൾ ടാർഗറ്റ് ഞണ്ടായിരുന്നു. ഞണ്ട് കിട്ടിയിട്ടുണ്ട്. 3 ഞണ്ട് കിട്ടും. അതിൽ കുഴപ്പമില്ലാത്ത 3 ഞണ്ട്. അത് വെള്ളത്തിലാണ്. നമ്മൾ കറക്ക കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്. ഇവിടെ രണ്ടുണ്ട്. കടിപിടി കൂടിയിട്ട് കാലൊക്കെ കുറേ പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ 3 ഞണ്ട്. ഒന്ന് ചെറിയതാണ്, 4 ഞണ്ട് കിട്ടിയിട്ടുണ്ട്. 3 എണ്ണം വലുതും 1 ചെറിയതും. അപ്പോൾ കൂട് വെച്ചിട്ട് നമുക്ക് 4 ഞണ്ടും 1 ചെറിയ ഞണ്ടും 3 വലിയ ഞണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.